മക്കളെല്ലാവരും ചോറ് കഴിച്ചോ? ചോറ് കഴിക്കാൻ പോട്ടോ. ഇവിടെ മഴയൊക്കെ ഉണ്ടോ? കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം മക്കളെ, ഞാൻ ചക്ക തീർന്ന്, നമ്മുടെ വീട്ടിലെ ചക്ക തീർന്നെന്ന് വിചാരിച്ച് ചക്ക ഇനി അടുത്ത വർഷം തിന്നാൻ പറ്റത്തുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ചക്ക കിട്ടിയിട്ടോ. അതെ, എൻ്റെ ചേട്ടത്തിയുടെ മോള് 15-ാം തീയതി വന്നപ്പോൾ കൊണ്ടുതന്ന ചക്കയായിരുന്നു. ഇവിടെ പാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൾ വന്നായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ചക്കയാണിത്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഞാനത് പഴുത്ത് കാണുന്നു, പക്ഷെ പഴുത്തില്ല ഭാഗ്യത്തിന് കേട്ടോ. അപ്പോൾ ഈ ചക്ക ഞാൻ ഒലർത്തിയത്, ഞങ്ങളിവിടെ ആരും ഒലർത്തത്തില്ല, ഇവിടെയൊക്കെ തേങ്ങ വേവിക്കത്തേ ഉള്ളൂ. തേങ്ങയൊക്കെ ചേർത്ത് വേവിക്കുന്നെന്ന് പറയും, കുഴയ്ക്കുന്നെന്നൊക്കെ പറയും. പക്ഷെ ഇത് ഞാൻ വെളുത്തുള്ളിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് എണ്ണയ്ക്കകത്ത് ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പിന്നെ രാവിലത്തെ കഞ്ഞിയും മുതിരയായിരുന്നു കേട്ടോ. മുതിരയും കായും കൂടെ തോരൻ വെച്ചതാണ്. മത്തിയല്ലേ, പിന്നെ മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല പച്ച മത്തിയായിരുന്നു, ഇന്നലെ വൈകിട്ട് മേടിച്ചതായിരുന്നു. അപ്പോൾ 1/2 കിലോ മേടിച്ചുള്ളത്. ഞാൻ പറഞ്ഞത് നല്ല തളാന്നിരിക്കുന്ന മത്തി നല്ല മത്തിയാണ്, നല്ല ഫ്രഷ് മത്തി. ഇതപ്പം എന്നാണ്ടേ. അപ്പോൾ ഇത് ഞാൻ ചാറ് ഇച്ചിരി കൂട്ടും കേട്ടോ. തേങ്ങ അരച്ചായാലേ തേങ്ങ ചാറ് ഒഴിച്ച് ഈ ചക്ക കഴിക്കും. അതിലൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പം ശരി മക്കളെ, ഞാൻ കഴിക്കുക കേട്ടോ. ചക്ക ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചോറ് ഇതും കൂടി കുറച്ചിട്ട്